അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഫയാ ഇഖ്വാനി ഫില്ലാ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ഒരു കുട്ടി തന്റെ ഉമ്മക്കും സഹോദരിക്കും മഹ്റമായി തീരുന്നത് എപ്പോഴാണ്, അതിന്റെ പ്രായം എപ്പോഴാണ്. മഹ്റമില്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല എന്ന പോലെയുള്ള ഇസ്ലാമിക നിയമങ്ങൾ ഉണ്ടായിരിക്കെ ഒരു കുട്ടി എപ്പോഴാണ് തന്റെ ഉമ്മക്കും തന്റെ സഹോദരിക്കും മഹ്റമായി തീരുന്നത്? ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സഹോദരൻ എപ്പോഴാണ് അവൾക്ക് മഹ്റമായി തീരുന്നത്? ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ആ ഉമ്മക്ക് തന്റെ മകൻ ആൺകുട്ടി എപ്പോഴാണ് മഹ്റമായി തീരുക എന്നുള്ള വിഷയമാണ് ഇബ്നു ബാസ് റഹിമഹുല്ലാ, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അവരുടെ രണ്ട് ഫത്വകളാണ്, ഏകദേശം ഒരേ രൂപത്തിലുള്ള രണ്ട് ഫത്വകളാണ് ഇൻഷാ അല്ലാഹ് വായിക്കുന്നത്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയോട് ചോദിക്കുന്ന ചോദ്യം, അൽ ബാലിഗു മിനൽ ഉംരി 15 ആമൻ, 15 വയസ്സായ ഒരു കുട്ടി, ഹൽ യസിഹു അൻ യകൂന മഹ്റമൻ മഅ ഉമ്മിഹി വ ഉഖ്തിഹി, അവന് തന്റെ ഉമ്മയോടൊപ്പം തന്റെ സഹോദരിയോടൊപ്പം മഹ്റമായി തീരുക എന്നുള്ളത് ആ പ്രായം മതിയാകുമോ? തന്റെ ഉമ്മക്കും തന്റെ സഹോദരിക്കും അവൻ മഹ്റമായി തീരും എന്നുള്ളത് ശരിയാണോ? അഫീദൂന ജസാക്കുമുല്ലാഹു ഖൈറ, നിങ്ങൾ ഞങ്ങൾക്ക് അറിയിച്ചു തരണം, അള്ളാഹു നിങ്ങൾക്ക് വലിയ ഖൈറായ പ്രതിഫലം നൽകട്ടെ. അതിന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് നൽകുന്ന മറുപടി, ദക്കറ അഹ്ലുൽ ഇൽം, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അന്ന മിൻ ഷർത്തിൽ മഹ്റം, മഹ്റമിന്റെ ഷർത്തായി നിബന്ധനയായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അൻ യകൂന ബാലിഗൻ ആഖില, അവൻ പ്രായപൂർത്തി എത്തിയവനാകണം, ബുദ്ധിയുള്ളവനാകണം. രണ്ട് ഷർത്തുകളാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ബുലൂഗ്, പ്രായപൂർത്തിയാവുക എന്നുള്ളത്. മറ്റൊന്ന് അഖ്ൽ, ബുദ്ധി ഉണ്ടാകണം, മജ്നൂനാകാൻ പാടില്ല എന്നുള്ളത്. ഫൈദ ബലഗ റജുലു 15 ആമൻ, ഒരു പുരുഷൻ, ഒരു ആണ് 15 വയസ്സ് എത്തിയാൽ, ഔ നബത ലഹു ശഅറുൽ ആനതി, അവന്റെ ഗുഹ്യ ഭാഗത്ത് രോമങ്ങൾ മുളച്ചു തുടങ്ങിയാൽ, ഔ ഉൻസിലൽ മനിയു ബിഹ്തിലാമിൻ ഔ ഗൈരിഹി, സ്വപ്നസ്ഖലനം കൊണ്ടോ മറ്റോ മനീയ്, ശുക്ലം പുറത്തു വരുന്ന അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഫഖദ് ബലഗ, അവൻ പ്രായപൂർത്തിയെത്തി, അവൻ പ്രായപൂർത്തിയെത്തിയ ഒരാളായി തീർന്നു. 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നുകിൽ 15 വയസ്സാകുക, അല്ലെങ്കിൽ അവന്റെ ഗുഹ്യ ഭാഗത്ത് കട്ടിയുള്ള രോമങ്ങൾ മുളക്കുക, അല്ലെങ്കിൽ സ്വപ്നസ്ഖലനം അല്ലെങ്കിൽ സ്ഖലനം സംഭവിക്കുക. വസഹ അൻ യകൂന മഹ്റമൻ ഇദാ കാന ആഖിലൻ, ഇങ്ങനെ പ്രായപൂർത്തി എത്തി പിന്നീട് അവൻ ബുദ്ധിയുള്ളവനാണെങ്കിൽ അവൻ മഹ്റമായി തീരൽ ശരിയാകും. വഅലാ ഹാദാ ഫയകൂനു മൻ ബലഗ 15 ആമൻ മഹ്റമൻ ലിഉഖ്തിഹി വ ഉമ്മിഹി, ഇതിന്റെ അടിസ്ഥാനത്തിൽ 15 വയസ്സെത്തിയ ഒരാൾ തന്റെ സഹോദരിക്കും തന്റെ ഉമ്മക്കും മഹ്റമായി തീരും എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ഏകദേശം ഇതേ ആശയത്തിൽ തന്നെയാണ് ഇബ്നു ബാസ് റഹിമഹുല്ലയും പറഞ്ഞിട്ടുള്ളത്. മാ ഹുവ, അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം ഇപ്രകാരമാണ്, മാ ഹുവ അദ്നാ സിന്നിൻ ലിശ്ശാബി ഹത്താ യകൂന മഹ്റമൻ ലിൽമർഅതി ഇദാ അറാദതി സഫറ, ഏറ്റവും കുറഞ്ഞ പ്രായം ഏതാണ്? ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീക്ക് അവൻ മഹ്റമാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? ഇദാ അറാദതി സഫർ, അവർ ആ സ്ത്രീ യാത്ര ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ യാത്രയിൽ മഹ്റമായ ഒരു പുരുഷൻ ആവശ്യമാണല്ലോ. അപ്പോ ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ് എന്നാണ് ചോദ്യം. അതിന് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് കൊടുക്കുന്ന മറുപടി, അദ്നാ സിന്നിൻ യകൂനു ബിഹി റജുലു മഹ്റമൻ ലിൽമർഅതി ഹുവൽ ബുലൂഗ്, ഏറ്റവും കുറഞ്ഞ പ്രായം ഒരു വ്യക്തി ഒരു സ്ത്രീക്ക് മഹ്റമാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം ഹുവൽ ബുലൂഗ്, അത് പ്രായപൂർത്തി എത്തുക എന്നുള്ളതാണ് അതിന്റെ പ്രായം. എങ്ങനെയാണ് പ്രായപൂർത്തി എത്തുക? 3 മാനദണ്ഡമാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്, ആണിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഹൈദ് എന്നുള്ള 4ാമത്തെ ഒരു കാര്യം കൂടി അതിൽ വരും. ഇവിടെ
മെഹറമിന്റെ ചർച്ചയായതുകൊണ്ട് പുരുഷന്റെ കാര്യമാണല്ലോ. വഹുവ ഇക്മാലു 15 സനതൻ, അത് 15 വർഷം പൂർത്തീകരിക്കലാണ്. ഔ അല്ലെങ്കിൽ ഇൻസാലുൽ മനീ ബിശഹവത്തിൻ, വികാരത്തോടുകൂടി സ്ഖലനം സംഭവിക്കലാണ്. ഔ ഇൻബാതു ശഅരിൽ ഖശിൻ ഹൗലൽ ഫർജ് വയുസമ്മൽ ആന, ആനത്ത് എന്നറിയപ്പെടുന്ന ഫർജിനു ചുറ്റും ഗുഹ്യാവയവത്തിനു ചുറ്റും ഉണ്ടാകുന്ന കുറച്ച് പരുക്കനായ കട്ടിയുള്ള രോമം വളരുക. ഇങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള പ്രായപൂർത്തി എത്താനുള്ള 3 അടയാളങ്ങൾ. വമതാ വുജിദത് വാഹിദത്തുൻ മിനൽ അലാമാത്തി സലാസ്, ഈ 3 അടയാളങ്ങളിൽ നിന്ന് ഒന്ന് എപ്പോ പ്രകടമായോ, വമതാ വുജിദത് വാഹിദത്തുൻ മിനൽ അലാമാത്തി സലാസ്, ഈ 3 അടയാളങ്ങളിൽ നിന്ന് ഒന്ന് എപ്പോ കാണപ്പെട്ടുവോ, സാറ ദഖറു ബിഹാ മുക്കല്ലഫ, അത് മുഖേന ആ ആൺകുട്ടി മുക്കല്ലഫായി. മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ മതനിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥനായ ഒരു മുക്കല്ലഫായ അടിമയായി തീർന്നു. കാരണം അവന് പ്രായപൂർത്തിയായി. ഇനി അവന് തിന്മകൾ ചെയ്താൽ അവന് കുറ്റം രേഖപ്പെടുത്തും, ശിക്ഷ ലഭിക്കേണ്ടി വരും. ആ അർത്ഥത്തിൽ അങ്ങനെയുള്ളൊരു മുക്കല്ലഫ്, മതനിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥനായ ഒരാളായി തീർന്നു. ഈ പറഞ്ഞ 3-ൽ ഒരു കാരണം കണ്ടാൽ. വജാസ അൻ യകൂന മഹ്റമൻ ലിൽ മർഅതി, അതോടുകൂടി അവൻ ഒരു സ്ത്രീക്ക് മഹ്റമായി തീരൽ, അതോടുകൂടി അവൻ അനുവദനീയമായി. അവനൊരു സ്ത്രീക്ക് അവന് മഹ്റമാകാൻ പറ്റുന്ന സ്ത്രീകൾക്കൊക്കെ അവൻ പ്രായപൂർത്തി എത്തുന്നതോടുകൂടി അവൻ അവർക്ക് മഹ്റമാകാൻ പറ്റുന്ന രൂപത്തിലേക്ക് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ആകും എന്നാണ് ഇബ്നു ബാസ് റഹിമഹുള്ളയും പറഞ്ഞിട്ടുള്ളത്. വിഷയം വളരെ വ്യക്തമാണ്. എപ്പോഴാണ് ഒരു ആൺകുട്ടി തന്റെ ഉമ്മക്കോ അല്ലെങ്കിൽ തന്റെ സഹോദരിക്കോ മഹ്റമായി തീരുക? ആ കുട്ടിക്ക് പ്രായപൂർത്തിയാകുമ്പോഴാണ്. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഒരിക്കലും ആ കുട്ടി ആ ഉമ്മക്കോ സഹോദരിക്കോ മഹ്റമായിട്ടില്ല. അതുപോലെ തന്നെ അവന് അഖ്ൽ ഉണ്ടായിരിക്കണം, ബുദ്ധി ഉണ്ടായിരിക്കണം. ഈ 2 ഷർത്താണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ യാത്രക്ക് ഒരു സ്ത്രീക്ക് മഹ്റമിന്റെ സാന്നിധ്യമില്ലാതൊരു യാത്ര പോകാൻ പാടില്ല. അപ്പൊ മക്കൾക്ക് ഈ പ്രായപൂർത്തി എത്തിയിട്ടുണ്ട്, ആൺമക്കൾക്ക് പ്രായപൂർത്തി എത്തിയിട്ടുണ്ടെങ്കിൽ ബുദ്ധി ഉണ്ടെങ്കിൽ ആ ആൺകുട്ടി ആ സ്ത്രീക്ക് മഹ്റമായി തീരും. പ്രായപൂർത്തിയാകാനുള്ള 3 അടയാളങ്ങൾ പറഞ്ഞു. അത് ഏതെങ്കിലും ഒന്ന് ഉണ്ടായി തീർന്നാൽ, ഒന്നെങ്കിൽ അവന് സ്ഖലനം സംഭവിക്കുന്ന അവസ്ഥയുണ്ടായി, അല്ലെങ്കിൽ അവന്റെ ഗുഹ്യാവയവത്തിന്റെ ഭാഗത്ത് കട്ടിയുള്ള രോമം പ്രത്യക്ഷപ്പെടുന്ന അവസ്ഥയുണ്ടായി, മുളക്കുന്ന അവസ്ഥയുണ്ടായി, അല്ലെങ്കിൽ 15 വയസ്സായി. ഈ 3 കാരണങ്ങൾ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവന് പ്രായപൂർത്തിയായി. അങ്ങനെയുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് തന്റെ ഉമ്മക്കും അതുപോലെ തന്നെ തന്റെ സഹോദരിക്കും മഹ്റമായി തീരും എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. വിഷയം വളരെ വ്യക്തമാണ്. ബാറകല്ലാഹു ഫീക്കും. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.